നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അന്നു മുതൽ രാഷ്ട്രീയ കേരളം ഉറച്ചു വിശ്വസിച്ചതാണ് ചാണ്ടി ഉമ്മൻ മന്ത്രിയാകുമെന്ന്. പക്ഷേ അവസാന നിമിഷം ചാണ്ടി ഉമ്മൻ പുറത്തായി. കോൺഗ്രസിൽ മുസ്ലിം പ്രാതിനിധ്യം വേണമെന്ന കെ.സിയുടെ കടുംപിടുത്തമാണ് അദ്ദേഹത്തിന് സീറ്റ് നഷ്ടമായത്. പകരക്കാരനായത് വയനാട്ടിൽ നിന്ന് ടി സിദ്ദീഖാണ്. ചാണ്ടി ഉമ്മനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ് ചാണ്ടി ഉമ്മൻ. യാതൊരുവിധ ആർഭാടവും അദ്ദേഹത്തിനില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മാതൃകയാക്കേണ്ട ഒരു കാൻഡിഡേറ്റാണ് ചാണ്ടി ഉമ്മൻ. ഫ്ലക്സുകളോ ബാനറുകളും ഒച്ചപ്പാടുകളുമില്ലാതെ ഒരു സൈക്കിൾ മാത്രമായി ഇറങ്ങി ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാണ് അദ്ദേഹം. അത് ഫലം കാണുകയും ചെയ്തു. 57,907 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളിക്കാർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിട്ടു. അവസാന നിമിഷം വരെ അദ്ദേഹം മന്ത്രിസ്ഥാനത്തുണ്ടാവുമെന്നായിരുന്നു രാഷ്ട്രീയ കേരളം വിശ്വസിച്ചിരുന്നത്. അതേസമയം വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ അപ്രമാദിത്വം ഉറപ്പിച്ച് കെ.സി. വേണുഗോപാൽ പക്ഷം മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തെങ്കിലും തനിക്ക് ഒപ്പമുള്ളവർക്ക് വി.ഡി.എസ് ക്യാബിനറ്റിൽ നിർണായക വകുപ്പുകൾ ഉറപ്പിക്കാൻ കെ.സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗവർണറെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ. ആദ്യം മുതൽ ലിസ്റ്റിലുണ്ടായിരുന്ന ചാണ്ടി ഉമ്മൻ അടക്കം പുറത്തായപ്പോൾ ഒ.ജെ. ജനീഷ്, റോജി എം. ജോൺ എന്നിവർ അവസാന നിമിഷം മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. ഒപ്പം എ.ഐ.സി.സി ആശീർവാദത്തോടെ തന്നെ ടി സിദ്ദീഖ് അവസാന നിമിഷം സ്ഥാനം ഉറപ്പാക്കി. സണ്ണി ജോസഫ്, എ.പി. അനിൽകുമാർ, റോജി എം. ജോൺ, ഒ.ജെ. ജനീഷ്, വിഷ്ണുനാഥ്, തുളസിയടക്കം കെ.സി പക്ഷത്തു നിന്നാണ് കൂടുതൽ മന്ത്രിമാരും. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ച പേരുകൾ പലതും വെട്ടിപ്പോയി. ഷാനിമോളിനെയും വി.ടി. ബൽറാമിനെയും വളരെ ആസൂത്രിതമായാണ് കെ.സി പക്ഷം വെട്ടിയത്. തുളസിയെ ഇറക്കിയുള്ള ഒറ്റ നീക്കത്തിൽ ആ തന്ത്രവും വിജയിച്ചു. പാലക്കാട് നിന്നുള്ള മന്ത്രി സ്ത്രീ പ്രാതിനിധ്യം എല്ലാം തുളസിക്ക് അനുകൂലമായി മാറി. ഒപ്പം ഷാനിമോളിൽ നിന്നും തുളസി വന്നതോടെ മന്ത്രി പദവി അകന്നു. ഷാനിമോളിനായി വി.ഡി. സതീശനും അൻവർ സാദത്തിനായി രമേശ് ചെന്നിത്തലയും അവസാന നിമിഷം വരെ പരിശ്രമിച്ചെങ്കിലും എ.ഐ.സി.സി ആശീർവാദത്തോടെ ടി സിദ്ദീഖ് മന്ത്രിസ്ഥാനം കൊണ്ടുപോയി. വകുപ്പുകൾ തീരുമാനമായെങ്കിലും വി.ഡി. സതീശൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല.